ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പുട്ടാണ്, നമ്മുടെ പച്ചക്കപ്പ പുട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പച്ചക്കപ്പ കൊണ്ട് തന്നെ പുട്ട് പുഴുങ്ങുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പച്ചക്കപ്പ കൊണ്ട് ഒരു പുട്ട് പുഴുകുകയാണ്. ഈ കപ്പ മാത്രമേ നമ്മൾ ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് നമ്മളാകെ ഈ കപ്പയും ഒരു 1-2 സ്പൂൺ അരിപ്പൊടി മാത്രം നമ്മൾ ചേർത്ത് ഒരു കപ്പപ്പുട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഇവത്തെ വെച്ച് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കൊണ്ടുവരാവേ. അപ്പം നമ്മുടെ കപ്പ നല്ലപോലെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഈ കപ്പ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തേക്ക് എന്നിട്ടിത് നല്ലപോലെ നമ്മുടെ ഉപ്പും ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കപ്പയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ടിത് നല്ലപോലെ ഇതുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. നമ്മുടെ എന്തേലും ശക്തിക്ക് പിഴിയാവോ. ഇതുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇതിനകത്തെ ആ കട്ടും, നല്ല കപ്പയാണ് പക്ഷെ അതിനകത്തെ ആ കട്ടും വെള്ളവും നന്നായിട്ട് കളയണം. എൻ്റെ കൈയുടെ ശക്തി അനുസരിച്ച് ഞാൻ പിഴിയുന്നുണ്ട്. ഇതുകൊണ്ടോ ഇങ്ങനെ നമുക്ക് മൊത്തം ഒന്ന് പിഴിഞ്ഞെടുക്കാവേ. ഇതെങ്ങനെ നമ്മുടെ കപ്പ മൊത്തം പിഴിഞ്ഞെടുത്ത് വെച്ചതുകൊണ്ട് ഇത്രയും വെള്ളം അതിനകത്തുണ്ടായിരുന്നു. ഇത് നമുക്കങ്ങ് കളഞ്ഞേക്കാവേ. ഇനിയിപ്പോൾ അതിനകത്തേക്കൊരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാരണ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയില്ല, നമ്മുടെ പുട്ടുപൊടി പോലത്തെ അല്ല, എന്ത് പുട്ടുപൊടി വേണമെന്നൊന്നുമില്ല, എന്നാ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ നമ്മുടെ കപ്പയും ഈ അരിപ്പൊടിയുടെ നമ്മൾ ഈ അരിപ്പൊടി ഇടുന്നതിന് ആവശ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കപ്പ തന്നെ ആകുമ്പോഴത്തേക്ക് അങ്ങ് പശയായിട്ട് അങ്ങ് ഒട്ടിയിരിക്കല്ലേ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പം. അപ്പോൾ ഈ അരിപ്പൊടി ഇടുവാണെങ്കിൽ ആ ഒരു പശപശപ്പ് കാണുകയില്ല. അതാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടിക്കകത്ത് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ട് നമ്മുടെ കപ്പ ഈ കപ്പയുടെ ആ വെള്ളത്തിനകത്തിട്ട് നനച്ച് വെച്ചു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടായിട്ട് പുഴുങ്ങിയെടുത്ത് നമ്മുടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ മീൻ കറിയോ എന്ത് കടലക്കറിയോ എന്നാ വേണേലും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് നമ്മൾ കപ്പ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതെങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പ ഇതുകൊണ്ട് നല്ലപോലെ കപ്പ നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് നമ്മുടെ 2 സ്പൂൺ അരിപ്പൊടിയൊക്കെ ഇട്ടതും കൂടെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കൈ തേങ്ങായിട്ട് ഇട്ട് കൊടുക്കും. കപ്പയല്ലേ, അപ്പം ഇച്ചിരി ടേസ്റ്റായിട്ടിരുന്നോട്ടെ. ഒരു കൈ തേങ്ങ നിർബന്ധമൊന്നുമില്ല, ഒരു കൈ തേങ്ങായുടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിനി നമ്മുടെ സാധാരണ പുട്ട് നമ്മൾ കുറ്റിക്കകത്ത് പുഴുങ്ങിയെടുക്കുകയല്ലേ, അതുപോലെ തന്നെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാവേ. നല്ലപോലെ വേകുന്ന കപ്പയായിരിക്കണം ഇത് നല്ലപോലെ വേകുന്നതാണ്. പിന്നെ നമ്മൾ തീരെ ചെറുതായിട്ടല്ലേ പൊടിയായിട്ടല്ലേ എടുത്തേക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കുറ്റി അടുപ്പ് വെച്ച് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കും. അങ്ങനെ നമ്മുടെ പുട്ടുകുറ്റിക്കകത്ത് നമ്മൾ തേങ്ങ സാധാരണ അരിപ്പൊടി ഇടുന്ന പോലെ ഇട്ട് ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഇതിനകത്തേക്ക് വാരി ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് തേങ്ങ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതല്ല ഇനി മുഴുവനോടെ മേളിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാനിത് ഒരു 2-2.5 കുറ്റി പുട്ടിനുള്ള ഒരു കഷ്ണം കപ്പയാണ്, ഒരു കപ്പക്കിഴങ്ങായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് പിഴിഞ്ഞ് വന്നപ്പോൾ ഒരു 2.5 കുറ്റി പുട്ടിനുള്ളതുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. പുട്ട് അവിടെ ഇരുന്ന് ആവി കയറ്റണം. നമ്മുടെ സാധാരണ പുട്ട് ആവി കയറുന്നേക്കാൾ ഒരിച്ചിരി നേരം കൂടെ നമുക്കൊന്ന് വെക്കണം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കപ്പ പുട്ട് നമുക്കൊന്ന് കുത്തിയെടുക്കാവേ. നമ്മൾ സാധാരണ പുട്ട് കുത്തുന്നേക്കാൾ ഒരു ശകലവും കൂടെ ബലം പിടിച്ച് വേണം കുത്തിയെടുക്കാനായിട്ട്. ഈ പശയുള്ളതുകൊണ്ട് കപ്പയല്ലേ. ഇതിങ്ങനെ നമ്മുടെ കപ്പ പുട്ട് നമ്മൾ എടുത്തു. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ ഒന്ന് എടുക്കാവേ. അപ്പോൾ എങ്ങനെ നമ്മൾ പച്ചക്കപ്പ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പുട്ട് ഇരിപ്പുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയാട്ടോ. എനിക്ക് നല്ല മീൻ കറിയോ നല്ല ബീഫ് കറിയൊക്കെ കൂട്ടി തിന്നാനായിരിക്കും ഇച്ചിരി അടിപൊളി. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ നേരത്തെ ഒരു വെള്ളുകപ്പ കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കപ്പ ഉണങ്ങി പൊടിച്ചൊക്കെയല്ലേ. ഇത് നമ്മൾ കപ്പ ഡയറക്റ്റ് പച്ചക്കപ്പ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു കുറ്റി മാത്രം ഇത് ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയിട്ട് ഞാൻ ഇതിൻ്റെ നടുക്കിച്ചിരി എനിക്കൊരു അബദ്ധം പറ്റിയത്, നടുക്കിച്ചിരി തേങ്ങ ഇട്ട് പോയി. അതുകൊണ്ട് ഇത് 2 ആയിട്ട് ഇങ്ങ് പോകുന്നു. കപ്പയല്ല, ഇച്ചിരി പശയുണ്ട്. ബാക്കി ഇതെല്ലാം ഒരു കുഴപ്പമില്ല. ഒരു കുറ്റിക്കകത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറാകട്ടോ, നല്ല ടേസ്റ്റാണ്.
ആ തേങ്ങാപ്പീരെ ആ കപ്പയും കൂടെ തിന്നാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഈ കപ്പപ്പുട്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണം. പിന്നെ നമ്മുടെ ഈ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, താങ്ക് യു.